ഹലോ ഗായ്സ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ബസ് സിമുലേറ്റർ ഓഫ് കേരള ആണ്. ഗായ്സ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് മൂവാറ്റുപുഴയിലേക്കാണ്. ഗായ്സ്, ഒരു മിനിറ്റ്. ഒരുത്തൻ എൻ്റെ വണ്ടി കയറ്റിയിട്ട് ഇടിച്ചിട്ടുണ്ട്, കുത്തിയിരിക്കുന്നു. ഗായ്സ്, ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ ഗായ്സ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗായ്സ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. നമ്മൾ ഹോൺ അടിച്ചത് ഗായ്സ്. യോ, ആളെ കയറ്റില്ല. ഗായ്സ്, ഒരു മിനിറ്റ്. കല്യാണം ഗായ്സ്, നമുക്ക് പോവാം. ബഗാസിന് അങ്ങൊരു സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നത്. എനിക്ക് പച്ച കളറിൽ ചിഹ്നം കാണുന്നുണ്ട്. ബഗാസ്, നമ്മളിപ്പോൾ കോതമംഗലത്തു നിന്ന് നേരത്തെ പകുതി വരെ എത്തിയായിരുന്നു. അതുകൊണ്ടായിരുന്നു നേരത്തെ നമ്മൾ റോഡിൻ്റെ സൈഡിൽ കിടന്നത്. ബഗാസ് പോവാം. നമ്മളിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും ഫസ്റ്റ് ഗിയറിൽ എന്തിനാണ് ഇട്ടേക്കുന്നതെന്ന്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടാലേ ഈ വണ്ടിക്ക് ഓടത്തുള്ളൂ. കാരണം ഇതിൻ്റെ ബാക്കി എല്ലാ ഗിയറുകളും കേടാണ്. ആകെ സെക്കൻഡ് ഗിയറും മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇടുന്നില്ല. അന്നേരം നമ്മുടെ ഏതെങ്കിലും വണ്ടി ഒന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അയ്യോ, ഇടിച്ചില്ല. നമുക്ക് ക്യാമറ മാറ്റി ഓടിക്കുക. ഈ ക്യാമറ ആംഗിൾ മാത്രമേ പറ്റത്തുള്ളൂ. അകത്തെ ക്യാമറയുടെ ഇതിട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇത് മാത്രമേ ഈ ബസ്സിന് പറ്റത്തുള്ളൂ. ബസ് എന്തായാലും അടിപൊളിയാണ്. നമ്മൾ ആൾക്കാർ കയറ്റാനുണ്ടായിരുന്നു ഗേസ്. അപ്പോൾ അത് മിസ്സായി. സാരമില്ല ഗേസ്. അവിടെ ട്രാഫിക് ലൈറ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ പക്ഷേ ഈ ട്രാഫിക് ലൈറ്റിനും കടന്നു പോയാൽ നമുക്ക് പണി കിട്ടത്തില്ല. കാരണം ഇത് ഗെയിമാണ്. അപ്പോൾ ഗേസ്, നമുക്ക് പോവാം. നമുക്ക് പച്ചയായിട്ടുണ്ട്. പോവാം. നമുക്കിനി ഇവിടുന്ന് നേരെ
ഇടത്തോട്ട് തിരിഞ്ഞ് കറക്റ്റ് സാറ് നമ്മൾ ചിലപ്പോൾ തിരിക്കാൻ നേരത്ത് മാത്രം, ചിലപ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാതില്ല, ചിലപ്പോൾ തിരിക്കാൻ മാത്രം വിട്ട് പോകാറുണ്ട്. മാക്സിമം നേരത്തെ 18ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും 15-ായി. ഭയങ്കര കയറ്റമാണ്. ഇവിടെ നിന്ന് എപ്പോൾ കയറുമെന്ന് അറിയത്തില്ല. ഇനി ഇവിടുന്ന് ഒത്തിരി ദൂരമുണ്ട്. അങ്ങൊരു ഷോപ്പുണ്ട്, നിങ്ങൾക്ക് വലത്തെ സൈഡിൽ നോക്കി കാണാൻ പറ്റും. ഇപ്പോൾ ഗായ്സ് നമ്മൾ ഇപ്പുറത്തെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇപ്പോൾ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നടക്കട്ടെ, ഓക്കെ പോവാം. ഗൈസ് നമ്മൾ പയ്യെ വളയ്ക്കുന്നതുകൊണ്ടാണ് നേരത്തെ അവന് പോകുന്നില്ലായിരുന്നെങ്കിൽ എപ്പോഴും കാട്ടിക്കിടന്നേന്. സ്പീഡ് കുറയ്ക്കണം. പണി പാടയില്ല. പൊന്നോ ഗൈസ്, അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറും ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് നമ്മൾ ഫ്രീ ഫയർ കളിക്കാത്ത എന്താണെന്ന് വെച്ചാൽ, ഫ്രീ ഫയറിൻ്റെ അകത്ത് നമ്മൾ കളിച്ചായിരുന്നു, പക്ഷേ എടുത്തപ്പോൾ എന്തോ കംപ്ലൈൻറ്റ് കാരണം അത് മിസ്സായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ ഫയർ കളിക്കാത്തത്. ആയിരുന്നെങ്കിൽ നമ്മൾ കളിക്കാം. നമുക്കൊരു വർഷം നോക്കാം, ഇപ്പോഴേ കളിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം. കാട്ടിപ്പോയില്ല. കറക്റ്റായിട്ട് വളയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. വളച്ച് എടുത്ത് പോകണം. ഭയങ്കര വളമാണ് ഗേഴ്സ്. ഇവിടെയൊക്കെ വളയ്ക്കലെന്ന് വെച്ചാൽ ഭയങ്കര ചടങ്ങാണ്. ഇവിടെയൊക്കെ എനിക്ക് എപ്പോഴും ഭയങ്കര അപകടം പറ്റുന്നത്. അപ്പുറത്തെ പോസ്റ്റ് കൊണ്ടുവന്ന് ഇടിച്ച് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റും പൊട്ട മരം അതുകൊണ്ട് നിൽക്കുന്നത് ഈ വെള്ള മരമാണ്. ഇത് ബസ്സിൻ്റെ നേരെ ഇടത്തെ വശത്തോട്ട് ഒരു ടിപ്പർ വേണ്ടി ഇടത്തെ വശത്ത് നോക്കിയ 2 മരത്തിലെ ഫ്രണ്ട് നിൽക്കുന്ന മരത്തിലാണ് ഞാൻ കൊണ്ട് ഇടിച്ചത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 7,293 രൂപയുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി പൈസ ആവും. നമ്മൾ ഈ ബസ് മാത്രമല്ല പുതിയ ബസ് എടുക്കുന്നുണ്ട്. നമ്മളിതിപ്പോൾ സൂപ്പർ എക്സ്പ്രസിൻ്റെ BSKയുടെ ബസ്സാണ്. നമ്മുടെ ബസ് റെൻറ്റിന് വിറ്റ് റോഡ് മാറിപ്പോയി. ഒരു ടിപ്പറുകാരൻ എന്നെ കൊണ്ട് ഇടിച്ചായിരുന്നു കുറച്ച് മുമ്പേ. അപ്പോൾ അവിടെ ഒരാളെ കയറ്റാണ്ട് നമുക്ക് അവിടെ നിന്ന് ആളെ കയറ്റാം. നമ്മുടെ ബസ് ഭയങ്കര ഈ ടിപ്പറുകാരൻ ആളെ കയറ്റാനുണ്ട്. കയറ്റിട്ടാക്കാം. പോവാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ബസ്സിൻ്റെ സൗണ്ട് എന്താ കേൾക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഹെഡ്ഫോൺ വഴിയാണ്. ഹെഡ്ഫോൺ കുത്തിയിരിക്കുന്നതുകൊണ്ടായിരിക്കും നമ്മുടെ ബസ്സിൻ്റെ സൗണ്ട് കേൾക്കാത്തത്. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ചെയ്തണം.
പഠിച്ച് പൊട്ടിക്കുക. ലൈക്ക്, സബ്സ്ക്രൈബ്. അയ്യോ അയ്യോ പുറകെ കൊണ്ടുവന്ന് മറ്റവനെ ഇടിച്ച് അവനെ ഓവർടേക്ക് ചെയ്ത് കിട്ടാൻ കാര്യമായി. കുറച്ച് മുമ്പ് ഞാൻ അവനെ ഓവർടേക്ക് ചെയ്തായിരുന്നു. നിങ്ങളത് കണ്ടില്ലായിരിക്കും. അവനാണ് ഇപ്പോൾ എൻ്റെ പുറകെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. വളവിനായി ഇവനെ സൂക്ഷിക്കേണ്ട. വളവിനായി ഇവൻ എന്നെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താ റോഡിൽ നേരെ പോകാത്തതെന്ന്. പക്ഷെ ഞാൻ ഈ ലൈനിൽ കൂടെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് വളയ്ക്കാന്ന് വെച്ച് ചിലപ്പോൾ ഇത് അപ്പുറത്തോട്ട് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റോഡിൻ്റെ ലൈനിൽ ചേർന്ന് നമ്മൾ ഈ ബസ് സ്റ്റോപ്പ് കാണുമ്പോൾ മാത്രമുള്ള റോഡിൻ്റെ ലൈനിൽ നിന്ന് വിടുന്നത്. പോവാം ഇനി മറ്റേ ടിപ്പറുകാരൻ എന്നെ കൊണ്ടിട്ട് അടിക്കും. മറ്റേ തേർഡും ഫോർത്തും ഫിഫ്ത്തും സിക്സ്ത്തും ഈ 4 ഗിയറും എന്താ കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മാത്രം ഇട്ടേക്കുന്നത്. സെക്കൻഡിനും കുഴപ്പമില്ല. പക്ഷേ സെക്കൻഡിൽ ഇട്ടാൽ അത് ശരിക്കും അപ്പോഴത്തേനും നമ്മൾ എടുക്കുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അന്നേരത്തേനും ഓവർടേക്ക് ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ എന്തെങ്കിലും അപകടം പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ടിപ്പറുകാരനെ കൊണ്ട് എനിക്ക് വയ്യ കേട്ടോ. ടിപ്പറുകാരനെ കൊണ്ട് എനിക്ക് വയ്യ. കാരണം അവൻ കുറേ നേരം കൊണ്ട് എന്നെ ഇടിക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്. അവനൊന്നും മിണ്ടാത്തേ തരണമെങ്കിൽ ഗൈസ്. അപ്പം നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് നമ്മൾ പൊക്കോണ്ടി ഈ ടിപ്പറുകാരനെ ഞാൻ എന്ത് ചെയ്യണം ഗൈസ്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ടിപ്പറുകാരനെ അപ്പുറത്തോട്ടെങ്ങാനും കുക്കയിലോട്ട് മറിച്ചിടണം. അതോ ഈ ടിപ്പറുകാരനെ നമുക്ക് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇടത്തെ സൈഡിൽ നോക്കിയാൽ കാണാം. അതുകൊണ്ട് അതാണ് ബസ് സ്റ്റാൻഡ്. അവിടെ ബസ് ഇട്ടിട്ടുണ്ട്. വണ്ടി ഇതാണ് ബസ് സ്റ്റാൻഡ്. ഇടത്തെ സൈഡിൽ കാണാം. നമ്മളിനി വളഞ്ഞ് കയറാൻ പോവുക ബസ് സ്റ്റാൻഡ്. നിങ്ങൾക്ക് മാപ്പിലോട്ട് നോക്കിയാൽ കാണാം വലത്തെ സൈഡിൽ ഏറ്റവും. ഗായ്സ് ഇവനെ ഞാൻ എന്തോ ചെയ്യണം ഗായ്സ്? ഞാൻ ഇന്ന് ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് കൊണ്ടുത്തുള്ളൂ. കുറേ നേരമായിട്ട് എൻ്റെ കളിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ നിർത്തുന്നില്ല. അയ്യോ കറക്റ്റായിട്ട് നിർത്തണം. ഒന്നുകൂടി 1 സെക്കൻഡ് പോയി. ആഡ് അപ്പുറത്തെ ബസ് ഇടിക്കായിരുന്നു. ആരുമില്ലെങ്കിൽ ബസ്സുകാരൻ എന്നെ തെറി വിളിച്ചു വിട്ടാണ് ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അല്ലേ വേണ്ട ഗൈസ്, നമുക്ക് ഒരു ട്രിപ്പ് കൂടെ പോയേക്കാം. നമ്മുടെ വീഡിയോ ഒന്നും തീരുന്നില്ല. നമ്മളിന്ന് പോകാൻ പോകുന്നത് പെരുമ്പോര് ഗൈസ്. ഒരു മിനിറ്റ്. ഓക്കെ, നമ്മളിന്ന് പോകാൻ പോകുന്നത് പെരുമ്പോരായിരിക്കും. നമ്മളിന്ന് 2 ട്രിപ്പ് അടിക്കുകയാണ്. സാധാരണ നമ്മൾ പാർട്ടായിട്ട് ഇടുന്നത്. പ്രാവശ്യം നമുക്ക് 2 ട്രിപ്പ് അടിക്കും. പക്ഷെ നമ്മളിന്ന് ഒരു ബസ് സ്റ്റാൻഡിൽ നിർത്താതാണ് പോകുന്നത്. മൂവാറ്റുപുഴ ടു പെരുമ്പാവൂർ.
ഹെൽത്ത് കാരണം ഭയങ്കര ദൂരമാണ് ഗൈസ്. ഓക്കെ, സ്റ്റാർട്ട് ട്രിപ്പ്. ഓക്കെ ഗൈസ്, നമുക്കിപ്പോൾ 2 ട്രിപ്പ് അടിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇറക്കത്ത് സൂക്ഷിക്കണം, കാരണം ഇതുപോലെ കയറി വരുന്ന കുറച്ച് വണ്ടികളുണ്ടായിരിക്കും. നമ്മളെന്നൊരു കാര്യം ചെയ്യാം, നമുക്കിന്ന് സ്പീഡ് ഇടാം. കാരണം വരുമ്പോൾ ഒരു ഭയങ്കര ഇത് എന്ത് കാണിക്കുക. ട്രാവലറുകാർ, ഈ ടിപ്പറുകാരെയും ട്രാവലറുകാരെയും പിന്നെ അതുകൊണ്ട് ഈ പോകുന്ന കാറുകാരെയും മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി. ഇവന്മാരൊന്നും നിർത്തത്തില്ല, നമ്മളൊന്ന് വളയ്ക്കാൻ നോക്കിയാൽ മതി. നിർത്തത്തില്ല, അതിന് മുമ്പ് കയറ്റിക്കൊണ്ടിരിക്കും. അവർക്ക് ബോധമില്ലാതെ പോകുന്നേ. ഗൈസ്, ഇത് പകുതി വെച്ച് നിർത്തേണ്ടി വരും നമ്മുടെ വീഡിയോ. അയ്യോ ദൈവമേ, ഒന്നും പറ്റിയില്ല. പൊക്കോ. അയ്യോ പൊക്കോ ഗൈസ്, ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ റോഡിൻ്റെ ലൈനിൽ കയറി വളയ്ക്കുന്നത്. കണ്ടോ റോഡിൻ്റെ സൈഡിലോട്ട് പോയത് കണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ. ആണ് പ്രശ്നം. നമുക്ക് പകുതി വെച്ച് നിർത്തേണ്ടി വരും വീഡിയോ, കാരണം ഇത് ഒത്തിരി ലെങ്ത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എത്ര ലെങ്ത് ആവുമെന്ന്. ഓക്കെ, പോവാം. നമുക്കൊരു കാര്യം ഇച്ചിരി സ്പീഡ് കിട്ടുന്നു. അയ്യോ പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. അയ്യോ വണ്ടി ഇടിച്ചില്ല ഗൈസ്. വണ്ടിക്കാരൻ നല്ല ആയതുകൊണ്ട് നിർത്തി പകുതി വെച്ച്. ഈ ട്രാവലറുകാരനെയാണ് സൂക്ഷിക്കേണ്ടത്. കണ്ടോ, നിർത്താതെ പോയതുണ്ടായിരുന്നു. നമ്മൾ അടുത്ത് ചെന്ന് പകുതി ആയപ്പോഴത്തേന് മാത്രം നമ്മൾ നിർത്തിയുള്ളൂ. അവനെ നമ്മൾ സൂക്ഷിക്കേണ്ട. അവന്മാരെ അപകടം വരുത്തി വയ്ക്കുന്നത്. അത് കാരണം അപ്പുറത്തെ ടിപ്പറുകാരൻ കൊണ്ട് ഇടിച്ചു അവനെ. നേരത്തെ നിങ്ങൾ കണ്ടു കാണും, ആ വീഡിയോ ഒന്ന് സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണണം. ഗൈസ് നിർത്താൻ പറ്റി. ദിവസം നമ്മൾ പോവാം. അയ്യോ ഒന്നും പറ്റിയില്ല ഗേസ്, ഒന്നും പറ്റിയിട്ടില്ല ഗേസ്. എനിക്കിതാണ് പ്രശ്നം. ലെങ്ത് ആവുന്നുണ്ട് ഗേസ്. ഞാനൊന്ന് മാപ്പ് നോക്കട്ടെ, ഒരു മിനിറ്റ്.
പെരുമ്പാവൂർ. ഗൈസ് ഇനി ഇച്ചിരി ദൂരോടെ ഉള്ളു, നമുക്ക് വേഗം പോകാൻ പറ്റുമോ നോക്കാം. അങ്ങനെ വലിയ വളവ് വരുന്നുണ്ട്, നമുക്ക് എൻ്റെ ചെമ്മിനെ വളച്ചെടുക്കാൻ പറ്റി 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 പറ്റി. നമുക്ക് ഇനി ഇൻറ്റീരിയർ വ്യൂ ഇടാം. അയ്യോ അയ്യോ പട്ടി പൊട്ടി 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 പട്ടിയില്ല ഗൈസ്, പറ്റി ഗോസ്. അവൻ പാഞ്ഞു പോയത് പൂക്കുന്നുണ്ടോ നിങ്ങൾ? ഫുട്ബോൾ അടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ ഇനി വലിയൊരു വളവ് വരുന്നുണ്ട്, നമ്മൾ സൂക്ഷിച്ചോ. അത് വളച്ചെടുക്കുന്ന വളവ് കൊണ്ടാണ്. ഇതാണ് വളവ്, ഇതല്ല സോറി. കാണാം താഴെ വലിയ വളവ്, ഭയങ്കര പണിയാണെന്ന് തോന്നുക. ഓ അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞ വളവ്. പക്ഷെ ഇവിടെ നമ്മൾ ഇനി ആൾക്കാർ കയറ്റുന്നില്ല, ബസ്സിൻ്റെ സീറ്റ് ഫുള്ളായി ഗൈസ്. അതുകൊണ്ട് ഇല്ലെന്നെങ്കിൽ ഞാൻ കയറ്റിയേനെ. അത് നമുക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഈ സാധനം എന്ന് വെച്ചാൽ അപ്പോഴത്തേനും നമ്മുടെ വണ്ടിക്ക് ചില ലോഡ് വലിക്കുക, അതാണ് നമ്മൾ ഈ സൈഡിലോട്ട് ചരിഞ്ഞു പോകുന്നുണ്ട്. ഇത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി, ഞാൻ ഒത്തിരി നാളെ കൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു. ആൾക്കാരില്ലാത്ത സമയത്ത് ഒരു കുഴപ്പമില്ല, ആൾക്കാരിരിക്കുന്ന സമയത്ത് ഫുള്ളി ഇതായി ലോഡ് വലിക്കുന്നുണ്ട്. അതാണ് ഇപ്പം മനസ്സിലായി. നിങ്ങൾ ശ്രദ്ധിച്ചു ഈ വണ്ടി ചരിയുന്നതിൻ്റെ. കണ്ടോ 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 ചരിഞ്ഞരിഞ്ഞു പോകുന്നു. നിങ്ങൾ വിചാരിക്കുക യൂ യൂ ഓ ഗായ്സ്, അവന്മാരൊന്ന് പോയി കിട്ടി. ഓക്കെ നമുക്ക് അതിനെ അങ്ങോട്ടല്ലേ പോകണ്ടേ? കാരണം നമ്മൾ ഇപ്പുറത്തെ വഴി കൂടെ ഇടത്തോട്ടം കൊണ്ടാണ്, അല്ല വലത്തോട്ടം കൊണ്ടായിരുന്നു ഐസ് പോകുന്നത്. ഇപ്രാവശ്യം നമുക്ക് ഈ വഴിയ പോകണ്ടി. പിന്നെ പറഞ്ഞ പോലെ അത് കോതമംഗലത്ത് പോകുന്നില്ലേ. അയ്യോ അയ്യോ ആൾക്കാർ കയറ്റുന്നില്ല നമ്മൾ. ഗായ്സ് നമ്മളെത്താറായി ഗായ്സ്. അയ്യോ കുത്തു പിടിക്കുന്നു. നമുക്ക് ഫുൾ സ്പീഡിൽ പോവാം. അയ്യോ കുഴപ്പമില്ല കുഴപ്പമില്ല. യെസ് കൊണ്ടിരിക്കുക. ഇപ്പോഴെങ്ങാനും ഒന്ന് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പം. പെരുമ്പാവൂർ ടൗൺ ഞാൻ കാണിക്കാം ഗൈസ്. ഇപ്പോൾ പെരുമ്പാവൂർ ടൗൺ ഞാൻ കാണിക്കാം. ഇനി കുറച്ച് ദൂരോടെ പോകാനുണ്ട്. അവിടെ അങ്ങ് പോകുമ്പോഴാണ് ടൗൺ കാണാൻ പറ്റുന്നത്. നമ്മളിനി ആൾക്കാരൊന്നും കയറ്റുന്നില്ലാത്തത് കൊണ്ട് ടൗൺ കാണാൻ പറ്റും. ഗൈസ് ഇടിച്ച് ഇല്ല, കുഴപ്പമില്ല കുഴപ്പമൊന്നും പറ്റില്ല. വണ്ടിക്ക് നമ്മളിനി ആൾക്കാർ കയറ്റുന്നില്ല, സീറ്റ് ഫുള്ള്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ ആൾക്കാരൊന്നും കാണത്തില്ല, ജനലിൽ കൊണ്ട് നോക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. യോ ഗായ്സ് ഒന്നും പറ്റിയില്ല. വണ്ടിക്കാരൻ നല്ല ഒരു കാര്യമായി ഗായ്സ്. ഇത് പകുതി വെച്ച് നിർത്തേണ്ടി വരും, ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട്. നോക്കട്ടെ. അയ്യോ അമ്മമാരൊക്കെ ഏത് വഴി കൂടെ കയറ്റിക്കൊണ്ട് അവൻ പോയി പൂക്കുണ്ട് ഗൈസ് എൻ്റെ അടുത്തൂടെ. ഇവൻ പോകുന്നുണ്ടോ ഇപ്പോൾ? കണ്ടോ പോയി പൂക്കുണ്ടോ? കണ്ട് അവന്മാരൊക്കെ പൂക്കുണ്ടോ? നിങ്ങൾ അടുത്ത വശത്തോട്ട് നോക്കിയാൽ മതി. കണ്ടോ അവർ പൂന്നുണ്ട്. ഇപ്പോൾ ഈ ബസ്സിൻ്റെ പൂക്കുണ്ടോ? കണ്ടോ കണ്ടോ? ട്രാവലറിൻ്റെ പൂക്ക് കണ്ടോണേ. കണ്ടോ അടി ഇവൻ്റെ പൂക്കുണ്ടോ? അങ്ങനെ ഇവന്മാരൊക്കെ ഭയങ്കര അറിഞ്ഞു കത്തി വരുന്നത്, നമ്മളൊക്കെ പേടിച്ചു.
വേണ്ടി ഇവൻ്റെ പോക്കോണ്ടാണ് അയ്യോ വേണ്ടി ഇതാണ് ടൗൺ അങ്ങ് കാണുന്നതാണ് ടൗൺ കേട്ടോ. ഇതിപ്പോൾ തന്നെ ടൗണായി. ഇതാണ് ടൗൺ. നിങ്ങൾക്ക് ആ പച്ച കളറിൽ സാധനമൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ടൗൺ. അവിടെ പെരുമ്പാവൂർ ടൗണായത്. പെരുമ്പാവൂർ സത്യം പറഞ്ഞ് എത്തി ഗൈസ്. ഇങ്ങനെ ഇവിടുന്ന് ബസ് സ്റ്റാൻഡ് എത്താനുള്ളൂ കണ്ടോ. ആണ് ടൗൺ ഗൈസ്. പറ്റില്ല ചെറുതായിട്ട് ഉണക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട് ഗൈസ്. സ്റ്റിയറിങ്ങിന് എന്തോ കുഴപ്പമുണ്ട്. ശരിയാക്കണം. സുഗുണനെ കൊണ്ട് സുഗുണെന്ന് വെച്ചാൽ നമ്മുടെ ഗാരേജാണ്. മിഥുൻസ് ഗാരേജ്. ഗൈസ് അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്തും. അയ്യോ ഇപ്പം എത്തും ഗൈസ്. ഇവിടുന്ന് വരത്തോളം അതുകൊണ്ട് ആ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് ഗൈസ്. നിങ്ങൾക്ക് അത് കാണാമായിരിക്കും. വേണ്ട ആ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. വേണ്ട ഇവിടുന്ന് നമ്മൾ ഇനി നേരെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇടതുവശത്തോട്ട് എടുത്തു കഴിഞ്ഞ് നമ്മുടെ ബസ് സ്റ്റാൻഡ് കണ്ട ആ മഞ്ഞ കളറിൽ കണ്ടോ. ഇതാണ് ബസ് സ്റ്റാൻഡ്. വലതുവശത്തോട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടോ. ഇതാണ് ബസ് സ്റ്റാൻഡ്. അവിടെ ബസ് കിടക്കുന്നതാണ്. നമുക്ക് അവിടുന്ന് വരുമ്പോഴേ നമുക്ക് ഈ ബസ് സ്റ്റാൻഡ് കാണാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം. ഗൈസ് നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോട്ട് ഓടിച്ച് കുത്തിക്കയറുമ്പോൾ എനിക്ക് ഗൈസ് ഞാൻ ഇൻറ്റീരിയർ വ്യൂ ഒന്ന് മാറ്റിയിടത്ത്. അയ്യോ പറ്റില്ല കുഴപ്പമില്ല. അയ്യോ കുഴപ്പമുണ്ട്. ഇല്ല ഗൈസ് അപ്പം നമ്മൾ ഇനി ഇവിടുന്ന് വളച്ച് കുത്തിയെടുക്കാൻ പോണേ. ഹര 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 ശങ്കര ശിവ ശങ്കര ദുരിതഗമയ ഓമയ ഗൈസ്. അയ്യോ ഒക്കെ നിർത്തിയിട്ടുണ്ട്. ക്ലോസ്. ഗെറ്റ് റെഡി ഫോർ ഇറ്റ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മിനിറ്റ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പീസ് ഔട്ട്.